ലോകം വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് തോന്നും ഇറാന്റെ ഭീഷണി കേട്ടാൽ. ഇസ്രായേലുമായി ചേർന്ന് അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്ക് അതേ നാണയത്തിൽ ഇറാൻ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് എന്ന് കേൾക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഭസ്മാസുരന് വരം കിട്ടിയതുപോലെയാണ്. പണം ഇങ്ങോട്ട് വരും, യുദ്ധം തുടങ്ങട്ടെ എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ നിലപാട്. കാരണം ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ സൈന്യത്തിന് കൂടുതൽ ബോംബുകളും മിസൈലുകളും അടക്കം മാരക ആയുധങ്ങൾ വിൽക്കാനായിട്ട് അമേരിക്കയിലെ ട്രംപിൻ്റെ ഭരണകൂടം അംഗീകാരം നൽകിയത്. ഇസ്രായേൽ നൽകിയ കൊട്ടേഷൻ അതേപടി അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു. അതിനിടയിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ പരീക്ഷിക്കുന്നത് എവിടെയാണ്? ആരാണത് യുദ്ധഭൂമിയിൽ വച്ച് പ്രയോഗിക്കുന്നത്? ഇസ്രായേൽ തന്നെ. അത് വിശദമായി പിന്നീട് പറയാം. എന്തായാലും ഇസ്രായേലിന് നല്ല ചിലവാണ് ഇപ്പോൾ ആയുധങ്ങൾക്ക്. ആര് കൊടുത്താലും ഇസ്രായേൽ അത് വാങ്ങി പ്രയോഗിക്കും. റേഷൻ സപ്ലൈ പോലെയാണ് ഇസ്രായേലിന് ഇപ്പോൾ ആയുധങ്ങൾ. ഹമാസിനെതിരെ എടുത്ത് പ്രയോഗിക്കണം, സിറിയക്കിട്ട് വെടിവെക്കണം, ഹൂതികൾക്കെതിരെ ഉപയോഗിക്കണം. ഇറാനെതിരെ നിലവിൽ കണക്കില്ലാതെ മിസൈലുകളടക്കം രഹസ്യമായും പരസ്യമായും ഒക്കെ പ്രയോഗിക്കുന്നുമുണ്ട്. ഇറാൻ തിരിച്ചടിച്ചാൽ ഇരട്ടി ശക്തിക്ക് തിരിച്ചടിക്കാൻ ആയുധങ്ങളും ശേഖരിച്ച് കാത്തു നിൽക്കുകയാണ് ഇസ്രായേലി സൈന്യം. അപ്പോൾ ഇസ്രായേലിനോട് ചേർന്ന് അമേരിക്ക കളിച്ചാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നും തിരിച്ചടിക്കുമെന്നും പിന്നീട് അതൊരു മഹായുദ്ധമുണ്ടാകുമെന്നും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി രംഗത്ത് പറയുമ്പോൾ, അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അതിനെ കാശാക്കാനാണ് അമേരിക്കയുടെ നീക്കം. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയോ ഇസ്രായേലോ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ അത് പിന്നീട് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കായിരിക്കും നയിക്കുകയെന്ന് ഈ മാസം ആദ്യം നടന്ന ഖത്തർ സന്ദർശന വേളയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും താക്കീത് നൽകിയിരുന്നു. ഇത്തരം നീക്കങ്ങൾക്ക് സർവ്വസന്നാഹങ്ങളോടെയാകും ഇറാൻ മറുപടി നൽകുകയെന്ന് അയത്തുള്ള ഖൊമേനിയും പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ ഇറാൻ്റെ എവിടെയൊക്കെയാണ് തന്ത്രപ്രധാനമായ മർമ്മങ്ങൾ ഇരിക്കുന്നത് അവിടെയൊക്കെ വന്ന് പ്രേരിച്ചോ എന്ന് ചൂണ്ടിക്കാട്ടി കൊടുക്കുകയാണ് ഇറാൻ ഇപ്പോൾ. ഇനി ഇസ്രായേലിൻ്റെ കാര്യമെടുത്താൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ആയുധ സഹകരണ കരാറ് സജീവമാണ്. ഇസ്രായേലി തോക്കുകളടക്കം ഇന്ത്യ വാങ്ങി പ്രയോഗിക്കുന്നുണ്ട്. ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മാരകമായ മിസൈലുകൾ, ആയുധങ്ങളൊക്കെ യുദ്ധത്തിനിറങ്ങാത്ത ഇന്ത്യ എവിടെ പരീക്ഷിച്ച് ഫലപ്രാപ്തി ഉറപ്പുവരുത്തുമെന്ന് കുറച്ചുകാലം മുമ്പ് വരെ അമേരിക്ക ഒരു നിർണായക ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്ക ചോദ്യം നിർത്തി. കാരണം അമേരിക്കക്കടക്കം വ്യക്തമാണ്, അമേരിക്ക അതിപ്പോൾ ചോദിക്കാറില്ല. അമേരിക്കയ്ക്കും അറിയാം ഇന്ത്യയുടെ ആയുധങ്ങൾ പരീക്ഷിക്കുന്നത് ആരെന്ന്, അത് എവിടെയെന്നും. അത് ഇസ്രായേൽ തന്നെയാണ്. ഹമാസ് ഭീകരർക്കും ഹൂതികൾക്കുമെതിരെ ഇസ്രായേൽ പ്രയോഗിക്കുന്ന ചില മാരക മിസൈലുകളും ആയുധങ്ങളും അത് ഇന്ത്യയിൽ നൽകി പരീക്ഷിക്കാൻ ഇസ്രായേലിന് നൽകിയതാണെന്ന് റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ അതിൻ്റെ പ്രഹരശേഷി ശക്തിയൊക്കെ പരീക്ഷിച്ച് ഉറപ്പിക്കുമ്പോൾ അതിൻ്റെ ഗുണം ആയുധ വിപണിയിൽ ഇന്ത്യക്ക് തന്നെയാണ്. ഇതൊക്കെ കണ്ട് വിരൽ പിടിച്ചിരിക്കുകയാണ് ഇറാൻ. ഒന്നോർക്കണം, ഇറാൻ ഇന്ത്യയുമായി നല്ലൊരു വ്യാപാര ബന്ധത്തിലാണ്. അതൊന്നും പക്ഷേ ആയുധ വിപണിയിൽ ഇന്ത്യ കാട്ടാറില്ല. അങ്ങനെ അമേരിക്കയുടെയും ഇസ്രായേലിനെയും ഭയന്നാണ് ഇപ്പോൾ ഇറാൻ ആണവ ആയുധ പ്രയോഗത്തിനുള്ള വിലക്ക് നീക്കാനായിട്ട് ആലോചിക്കുന്നത്. ഇപ്പോൾ ആണവ ആയുധങ്ങളുടെ വികസനവും ഉപയോഗവും നിരോധിക്കുന്ന രാജ്യത്തെ ആ ഫത്വ പിൻവലിക്കണമെന്നാണ് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ മേധാവികൾ അയത്തുള്ള ഖൊമേനിയോട് ആവശ്യപ്പെട്ടത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ സമീപകാലത്തായി ഇറാനികൾ ഇപ്പോൾ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനെ അനുകൂലിക്കുന്ന പല സർവ്വേകളും പുറത്തു വരുന്നുണ്ട്. കാരണം വേറെ വഴിയില്ല. പാശ്ചാത്യ എതിരാളികൾക്കിടയിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അണുബോംബുകൾ കൈവശം വയ്ക്കണമെന്നതിനാണ് ഇപ്പോൾ ഇറാനിലെ സൈനിക കമാൻഡർമാരും ആവശ്യപ്പെടുന്നത്. കാരണം ഇസ്രായേലിനെയും അമേരിക്കയും തകർക്കാൻ ഇറാൻ്റെ കയ്യിൽ ഈ ആണവായുധമല്ലാതെ മറ്റൊരു പോംവഴിയും ഉണ്ടാകില്ലെന്നത് ഇറാൻ അറിയാം, ഇറാൻ സൈന്യത്തിനറിയാം. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയുമുള്ള തിരിച്ചടി അങ്ങനെയെങ്കിലും ഒന്ന് കുറയുമെന്നാണ് ഇപ്പോൾ ലോകം നോക്കിക്കാണുന്നത്. ഇതിനിടയിലാണ് പിടിച്ചു നിൽക്കണമെങ്കിൽ ആണവായുധം വേണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നത്. എങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് നോക്കിയാലും അതിൽ നിന്നും ഗുണം കൊയ്യാനും പണം കൊയ്യാനുമാണ് അമേരിക്കയുടെ നീക്കവും ലക്ഷ്യവും. അത് ഇറാൻ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.